ആഘോഷങ്ങൾക്ക് അവസാനം ജനവിധിയും പൂർണ്ണമായിരിക്കുന്നു. വയനാട്ടിൽ പ്രിയങ്ക തരംഗം, പാലക്കാട് കന്നി അംഗത്തിൽ വിജയക്കൊടി പാറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ, ചേലക്കര ചുമപ്പിച്ച് UR പ്രദീപ്. 4 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തോടെ വ്യക്തമായ ആധിപത്യം കാഴ്ചവെച്ച പോരാട്ടമെന്ന വിശേഷണത്തിന് പോലും ഇടം നൽകാതെ വിജയം കൊയ്യുകയായിരുന്നു വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി. 7 റൗണ്ടുകൾ എണ്ണും വരെ UDFും BJPയും മാറി മാറി മുന്നോട്ടും പിന്നോട്ടും ആടിക്കളിച്ചെങ്കിലും താമരത്തണ്ടൊടിച്ച് ചുവപ്പിനെ കുത്തിയിളക്കി 18,724 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഷാഫിക്ക് പിൻഗാമിയാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. UDFിനെ 7 കടലക്കരെ പായിച്ച് ചേലക്കര ചെങ്കോട്ടയാക്കി LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം പാലക്കാടിന്റെ രാഷ്ട്രീയ മതേതരത്വ വിജയമാണെന്ന് ഷാഫി പറമ്പിൽ MP. TVയിലെ കൊടുങ്കാറ്റല വോട്ടെണ്ണുന്ന 23-ന് കാണുക എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് ശരിയെന്ന് തെളിഞ്ഞുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം മാധ്യമങ്ങളോട് ഷാഫി പ്രതികരിച്ചു. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷ വിജയം നേടിയതിനു പിന്നാലെ വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ പ്രിയങ്ക ഗാന്ധി, തന്നിലർപ്പിച്ച വിശ്വാസത്തിനും സ്നേഹത്തിനും നന്ദിയുണ്ടെന്നും ഈ വിജയം നിങ്ങൾ ഓരോരുത്തരുടേതുമാണെന്നും പ്രിയങ്ക ഗാന്ധി എക്സിൽ കുറിച്ചു. വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ കുറിപ്പ്. 3920 വോട്ട് ചേലക്കരയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് തങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞുവെന്നത് കഴിഞ്ഞ 2.5-3 മാസക്കാലമായി താൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി സത്തിനെതിരെയുള്ള വോട്ടാണെന്ന് PV അൻവർ MLA. ചേലക്കരയിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥി NK സുധീർ 3920 വോട്ട് നേടിയതിൽ പ്രതികരിക്കുകയായിരുന്നു അൻവർ. സംസ്ഥാനത്ത് ഐക്യജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയമാണ് നേടിയതെന്നും വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഷാഫി പറമ്പിൽ 2021 വിജയിച്ചതിന്റെ 5 ഇരട്ടിയോളം ഭൂരിപക്ഷത്തിനാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. ചേലക്കരയിൽ 2021 LDFിന് കിട്ടിയ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്നും 28,000 വോട്ട് കുറയ്ക്കാൻ UDFിന്റെ പോരാട്ടത്തിന് കഴിഞ്ഞു. പാലക്കാട് ഷാഫി പറമ്പിൽ വിജയിച്ചതിന്റെ 5 ഇരട്ടിയോളം ഭൂരിപക്ഷത്തിനടുത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തി. 10,000-നും 15,000-നും ഇടയിലുള്ള ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. 18,000 എന്ന ഭൂരിപക്ഷം BJPയുടെയും CPMന്റെയും തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചവർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നും സതീശൻ പറഞ്ഞു. ജനങ്ങൾ BJPയുടെ നടുപൊടിച്ചെന്നും ഇനി ഈ പാർട്ടി കേരളത്തിൽ തലപൊക്കില്ലെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ. BJPയുടെ വർഗീയ പ്രചാരണത്തിനും പണക്കൊഴുപ്പിനും ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ല. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 15,000-ലധികം വോട്ടാണ് BJPക്ക് നഷ്ടപ്പെട്ടത്. നഗരസഭയിലാണ് ഏറ്റവും അധികം ഇടിവുണ്ടായത്. ചേലക്കരയിലും വയനാട്ടിലും BJPക്ക് നേട്ടമുണ്ടായില്ല. വർഗീയത വാരിവിതറിയും സമുദായങ്ങളെ തമ്മിലടുപ്പിച്ചുമാണ് BJP തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ച വൻ ഭൂരിപക്ഷം കോൺഗ്രസിന്റെ മതേതര ജനാധിപത്യ ആശയങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ്. ഗാന്ധി കുടുംബത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്തതെന്നും സുധാകരൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധി അംഗീകരിക്കുന്നുവെന്നും സർക്കാരിന് അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നതെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. പാലക്കാട്ടെ UDFിന്റെ വിജയം വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചതാണെന്നും സരിൻ ഇടതുപക്ഷത്തിന് മുതൽക്കൂട്ടാകുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ചേലക്കരയിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. എന്നാൽ ചേലക്കരയിൽ മികച്ച ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി UR പ്രദീപ് വിജയിച്ചത്. ഇത് സർക്കാരിന് അനുകൂലമായ ജനവിധിയാണ്. BJPയുടെ പരാജയത്തിൽ സന്തോഷമുണ്ട്. BJPക്കെതിരായ നിലപാടുകൾ എന്നും ഉയർത്തിപ്പിടിക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ അടിവേര് UDF ഇളക്കിയിരിക്കുകയാണെന്ന് സന്ദീപ് വാര്യർ. ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം K സുരേന്ദ്രനാണെന്നും സന്ദീപിന്റെ രൂക്ഷ വിമർശനം. K സുരേന്ദ്രൻ രാജിവെക്കാതെ, സുരേന്ദ്രൻ പുറത്തുപോകാതെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും പറഞ്ഞ സന്ദീപ് വാര്യർ അയാൾ രാജിവെക്കരുതെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞു. പ്രതിഷേധങ്ങൾക്കിടെ നിലപാട് വ്യക്തമാക്കിയും മുന്നറിയിപ്പുമായും സജി ചെറിയാന്റെ FB പോസ്റ്റ്. വേട്ടയാടലും ഭീഷണിയും തന്നോട് വേണ്ടെന്നും ഇതുവരെ പറയാത്ത കാര്യങ്ങൾ തന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും അതൊക്കെ പറഞ്ഞാൽ പലരുടെയും യഥാർത്ഥ മുഖങ്ങൾ നാടറിയുമെന്നും സജി ചെറിയാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. നിലപാട് വ്യക്തമാക്കിയിട്ട FB പോസ്റ്റ് അരമണിക്കൂറിനുള്ളിൽ പിൻവലിക്കുകയും ചെയ്തു. FB പോസ്റ്റ് താൻ തന്നെ ഇട്ടതാണെന്ന് സജി ചെറിയാൻ പറഞ്ഞു. സത്യം മാത്രമാണ് എഴുതിയിട്ടുള്ളതെന്നും സജി ചെറിയാൻ പറഞ്ഞു. പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് എന്തിനാണെന്ന ചോദ്യത്തിന് പോസ്റ്റ് അവിടെ തന്നെ ഉണ്ടെന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിന് പിന്നാലെ വേറിട്ട ആഘോഷവുമായി
പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പാലക്കാട്ടെ CPIM-ന് നീല ട്രോളി ബാഗ് പാഴ്സൽ അയച്ചുകൊണ്ടാണ് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന്റെ വിജയം ആഘോഷിച്ചത്. പാലക്കാട്ടേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് പ്രവർത്തകർ ട്രോളി ബാഗ് കൊടുത്തുവിട്ടത്. ശബരിമലയിൽ ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ഭക്തരിൽ 20 മുതൽ 25% വരെ എത്താറില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു. ദർശനത്തിന് വരുന്നില്ലെങ്കിൽ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെന്നുള്ള നിർദ്ദേശം മാധ്യമങ്ങളിലൂടെ അടക്കം അറിയിപ്പായി നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ശബരിമലയിൽ കാര്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകുമെന്നും ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ അറസ്റ്റിലായ 3 സഹപാഠികളെയും റിമാൻഡ് ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടെങ്കിലും 14 ദിവസത്തേക്ക് പ്രതികളെ റിമാൻഡ് ചെയ്തുകൊണ്ട് കോടതി ഉത്തരവിടുകയായിരുന്നു. പ്രതികളുടെ മൊബൈൽ ഫോണിൽ തെളിവുണ്ടെന്നും ജാമ്യം നൽകിയാൽ അത് നശിപ്പിക്കപ്പെടുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ വാദിച്ചു. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചത്. ഈ ന്യൂനമർദ്ദം 2 ദിവസത്തിൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമാകുമെന്നും പ്രവചനമുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബർ 26, 27 തീയതികളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുതിപ്പോടെ BJPയുടെ മഹായുതി മുന്നണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്ന പ്രതിപക്ഷ മുന്നണിക്ക് കനത്ത പ്രഹരമാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകിയത്. പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ നൽകുന്ന ലഡ്കി ബഹൻ പദ്ധതി കുറിക്കൊണ്ടുവെന്നാണ് ഫലം സൂചിപ്പിക്കുന്നത്. എന്നാൽ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിക്ക് അധികാര തുടർച്ച. കർണാടകയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വിജയം. ചന്നപട്ടണ, ഷിഗാവ്, സന്തൂർ എന്നീ മണ്ഡലങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. NDA സിറ്റിംഗ് സീറ്റായ കർണാടകയിലെ ചന്നപട്ടണയിലടക്കം കോൺഗ്രസ് മിന്നും വിജയം കാഴ്ചവെച്ചു. ലൈംഗികാരോപണ കേസിൽ കുടുങ്ങിയ മാറ്റ് ഗെയ്റ്റ്സ് സ്വയം ഒഴിഞ്ഞതോടെ ഫ്ലോറിഡയിൽ നിന്ന് തന്നെയുള്ള പാം ബോണ്ടിയെ അറ്റോർണി ജനറൽ പദവിയിലേക്ക് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചു. ഫ്ലോറിഡയിലെ ആദ്യ വനിതാ അറ്റോർണി ജനറലായി ചരിത്രം കുറിച്ച ബോണ്ടി ട്രംപിന്റെ വിശ്വസ്ത സുഹൃത്താണ്. ഫ്ലോറിഡയിൽ നിന്നുള്ള മുൻ ജനപ്രതിനിധി സഭാംഗമായ ഗെയ്റ്റ്സ് സെനറ്റ് എതിർത്തതോടെയാണ് പിന്മാറിയത്. ഓസ്ട്രേലിയക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് മേൽക്കൈ. 46 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് നേടിയ ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 172 റൺസ് എന്ന ശക്തമായ നിലയിലാണ്. ഇതോടെ 10 വിക്കറ്റ് ശേഷിക്കെ ഇന്ത്യക്ക് 218 റൺസിന്റെ ലീഡായി. 3 ദിവസത്തെ കളി ബാക്കി നിൽക്കെ ഓസീസിന് മുന്നിൽ മികച്ച വിജയലക്ഷ്യം ഉയർത്താനായാൽ ടീം ഇന്ത്യക്ക് ജയിക്കാനാകും.